സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജ് അധ്യാപകർ ഇന്നു മുതൽ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുകയാണ്. സമരത്തിന്റെ ആദ്യഘട്ടം എന്ന നിലയിൽ MBBSന്റേതടക്കം തിയറി ക്ലാസുകൾ ബഹിഷ്കരിക്കും. പടിപടിയായി പൂർണ്ണ OP ബഹിഷ്കരണത്തിലേക്ക് അടക്കം നീങ്ങാനാണ് അധ്യാപക സംഘടനയായ KGMCTA തീരുമാനം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് മെഡിക്കൽ കോളേജ് അധ്യാപകർ കഴിഞ്ഞ മാസം കരിദിനവും ധർണയും സംഘടിപ്പിച്ചിരുന്നു. സർക്കാരിൽ നിന്ന് അനുകൂല നിലപാടുണ്ടാവാത്ത സാഹചര്യത്തിലാണ് സമരമുഖത്തേക്ക് ഇറങ്ങുന്നത്. ഒരാഴ്ച MBBS വിദ്യാർത്ഥികളടക്കമുള്ളവരുടെ തിയറി ക്ലാസുകൾ ബഹിഷ്കരിക്കും. പടിപടിയായി പൂർണ്ണ പണിമുടക്കിലേക്ക് നീങ്ങാനാണ് മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ തീരുമാനം. ഡോക്ടർമാരുടെ അംഗീകൃത സർവീസ് സംഘടനയാണ് KGMCTA. കഴിഞ്ഞ 4 വർഷത്തോളമായി ഞങ്ങളുടെ വിവിധ ആവശ്യങ്ങളെ ഉന്നയിച്ചുകൊണ്ട് സർക്കാരിൻ്റെ മുമ്പിൽ നിവേദനങ്ങളും പരാതികളും അതിനുശേഷം സൂചനാ പണിമുടക്കുകളും പ്രതിഷേധ സമരങ്ങളുമായി ഞങ്ങൾ രംഗത്തുണ്ട്. പക്ഷേ ഇതുവരെയും അധികൃതരുടെ ഭാഗത്തുനിന്ന് പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസുകളൊന്നും കാണാത്തതുകൊണ്ടാണ് പ്രക്ഷോഭത്തിൻ്റെ അടുത്ത നില എന്ന നിലയിൽ ഇന്ന് മുതൽ, അതായത് ഒക്ടോബർ 13 തിങ്കളാഴ്ച മുതൽ ഒരാഴ്ച കാലത്തേക്ക് എല്ലാ കോഴ്സുകളുടെയും തിയറി ക്ലാസ് ഞങ്ങൾ ബഹിഷ്കരിക്കുന്നതാണ്. MBBS, BDS, പോസ്റ്റ് ഗ്രാജുവേറ്റ്, അതേപോലെ പാരാമെഡിക്കൽ കോഴ്സുകൾ എല്ലാവരുടെയും തിയറി ക്ലാസുകൾ ഒരാഴ്ചത്തേക്ക് തിങ്കൾ മുതൽ ശനി വരെ ബഹിഷ്കരിക്കുകയാണ്. അടുത്ത തിങ്കൾ, അതായത് 20-ാം തീയതി ദീപാവലി ദിവസം മുതൽ ആഴ്ചയിൽ ഒരു ദിവസം എന്ന നിലയിൽ റിലേ ആയിട്ട് OP ബഹിഷ്കരണം. 20-ാം തീയതി തിങ്കൾ, അതിനുശേഷം 28-ാം തീയതി ചൊവ്വ, അങ്ങനെ ഓരോ ആഴ്ചയിൽ ഓരോ ദിവസം എന്നുള്ള നിലയിൽ കംപ്ലീറ്റ് OP KGMCTA മെമ്പേഴ്സ് ബഹിഷ്കരിക്കുന്നതാണ്. 14-ാം തീയതിയുള്ള ഹെൽത്ത് സമ്മിറ്റ് നമ്മുടെ സംഘടന ബഹിഷ്കരിക്കുന്നുണ്ട്. എൻട്രി കേഡർ ശമ്പളക്കുറവ് പരിഹരിക്കൽ, ശമ്പള കുടിശ്ശിക വിതരണം, തസ്തിക സൃഷ്ടിക്കൽ, സ്ഥലം മാറ്റം എന്നിവയിൽ തുടങ്ങി ഡോക്ടർമാരുടെ സുരക്ഷയടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിച്ചാണ് സമരം. ന്യൂസ് 18 കോഴിക്കോട്. പേരാമ്പ്രയിൽ കലാപമുണ്ടാക്കാനാണ് ഷാഫി പറമ്പിൽ MPയുടെ നേതൃത്വത്തിൽ ശ്രമം നടന്നതെന്ന് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം SK സജീഷ്. UDF റാലിയുടെ മറുവശത്തുണ്ടായിരുന്ന LDF പ്രവർത്തകരുമായി ഏറ്റുമുട്ടാനായിരുന്നു ആദ്യ നീക്കം. എന്നാൽ പ്രവർത്തകരെ ഒഴിവാക്കിയതോടെയാണ് പോലീസിനെതിരെ തിരിഞ്ഞത്. 3 മണിക്കൂറോളം സ്ഥലത്ത് പ്രകോപനം സൃഷ്ടിച്ച ശേഷം പോലീസിന് നേരെ സ്ഫോടക വസ്തു എറിയുകയായിരുന്നു. ഇതിനുശേഷമാണ് സംഘർഷം തുടങ്ങിയതെന്നും SK സജീഷ് ആരോപിച്ചു. ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ അവിടെ ആദ്യം LDF പ്രവർത്തകരെ ആക്രമിക്കാം, അവരവിടെ ഉണ്ടാകും. അങ്ങനെ ഒരു അക്രമം സംഘടിപ്പിച്ച് ഒരു മനുഷ്യജീവൻ ഉൾപ്പെടെ നഷ്ടപ്പെടുത്തി കളയാൻ കഴിയുമെങ്കിൽ ആ നിലയിലുള്ള ഒരു നിലപാട്, അത് വളരെ സമചിത്തതയോടുകൂടി LDF കൈകാര്യം ചെയ്ത് നേതാക്കന്മാർ ആളുകളെ മുഴുവൻ ഒഴിവാക്കിയതുകൊണ്ട് ആ ഗിമ്മിക്ക് പരിപാടി അല്ലെങ്കിൽ അപകടകരമായ ആ പ്രവർത്തനം നടന്നില്ല. അപ്പോഴാണ് പോലീസിന് നേരെ തിരിഞ്ഞത്. ദീർഘനേരമായിട്ട് 3 മണിക്കൂർ നേരം പ്രകോപിതരാവാതെ സഹിച്ചു നിന്ന എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പോലീസിൻ്റെ ഉള്ളിൽ സ്ഫോടനം നടക്കുന്നു. ആ സ്ഫോടനം UDFന്റെ കോൺഗ്രസിൻ്റെ ആ ഭാഗത്ത് നിന്ന് വന്ന സ്ഫോടക വസ്തു പൊട്ടുന്നതാണ് എന്ന ദൃശ്യം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ സമഗ്രമായ അന്വേഷണം നടത്തണം. ഷാഫി പറമ്പിൽ ഒരു MP എന്നുള്ള നിലയ്ക്ക് ഈ നാട്ടിൽ കലാപം ഉണ്ടാക്കാനാണോ ശ്രമിക്കുന്നതെന്ന് എല്ലാവരും പൊതുവെ രാഷ്ട്രീയ ഭേദമന്യേ ഇതിൽ ശക്തമായി പ്രതിഷേധിക്കുകയും പരിശോധിക്കുകയും എല്ലാം ചെയ്യേണ്ടതുണ്ട്. അത് നമ്മുടെ ഈ നാടിൻ്റെ ആവശ്യമാണ്. ആഴ്ചകൾ നീണ്ട തർക്കങ്ങൾക്കും അനിശ്ചിതത്വങ്ങൾക്കും ഒക്കെ ഒടുവിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെ പ്രഖ്യാപിക്കുന്ന കാര്യത്തിൽ ധാരണയിലെത്തിയതായാണ് സൂചന. നിലവിലെ കമ്മിറ്റിയിലെ സംസ്ഥാന വൈസ് പ്രസിഡന്റായ OJ ജനീഷിനാണ് അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നവരിൽ മുൻതൂക്കമുള്ളത്. അതേസമയം അബിൻ വർക്കിക്കായി I ഗ്രൂപ്പ് നടത്തുന്ന സമ്മർദ്ദ നീക്കം ഇപ്പോഴും തുടരുകയാണ്. ആരോപണങ്ങളെ തുടർന്ന് കഴിഞ്ഞ ഓഗസ്റ്റ് 21-നാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചത്. പക്ഷേ 1.5 മാസം പിന്നിട്ടിട്ടും പകരക്കാരനെ കണ്ടെത്തുന്നതിൽ നേതൃത്വത്തിന് വെല്ലുവിളിയായത് നിലയ്ക്കാത്ത തർക്കങ്ങളും. യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ രാഹുലിന് ശേഷം ഏറ്റവും അധികം വോട്ടുകൾ നേടി രണ്ടാമതെത്തിയ അബിൻ വർക്കിയെ അധ്യക്ഷനാക്കുന്നതിനായി യൂത്ത് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിനും ഹൈക്കമാൻഡിനും മുന്നിൽ വലിയ സമ്മർദ്ദമാണ് രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ I ഗ്രൂപ്പ് നടത്തിയത്. എന്നാൽ KPCC അധ്യക്ഷനും KSU സംസ്ഥാന പ്രസിഡന്റും ന്യൂനപക്ഷ സമുദായത്തിൽ നിന്നാണെന്നിരിക്കെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് അബിൻ വർക്കിയെ പരിഗണിച്ചാൽ സാമുദായിക സമവാക്യങ്ങൾ മാറുമെന്നതായിരുന്നു മാറുചേരിയുടെ വാദം. യൂത്ത് കോൺഗ്രസ് ദേശീയ ഭാരവാഹി പട്ടികയിൽ അവഗണന നേരിട്ട KM അഭിജിത്തിനായി A ഗ്രൂപ്പും സമ്മർദ്ദം ചെലുത്തിയെങ്കിലും തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചില്ലെന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് അഭിജിത്തിന്റെ സാധ്യതകളെ എതിർചേരി പ്രതിരോധിച്ചത്. KC വേണുഗോപാലിന്റെ വിശ്വസ്തനായ ബിനു ചുള്ളിയിലിന് തിരിച്ചടിയായതും ഇതേ കാരണം തന്നെ. അതിനിടെ യൂത്ത് കോൺഗ്രസ് മുൻ തൃശൂർ ജില്ലാ പ്രസിഡന്റും നിലവിലെ സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ OJ ജനീഷിനെ
അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്ന ആവശ്യവുമായി ഷാഫി പറമ്പിൽ വിഭാഗം രംഗത്തെത്തുകയായിരുന്നു. സാമുദായിക സമവാക്യങ്ങളും ജനീഷിന് അനുകൂല ഘടകമായതായി ഒരു വിഭാഗം വിലയിരുത്തുന്നു. അതേസമയം അബിൻ വർക്കിയെ തഴഞ്ഞുകൊണ്ട് അധ്യക്ഷനെ പ്രഖ്യാപിച്ചാൽ സംഘടനയിൽ വലിയ പൊട്ടിത്തെറിക്ക് വഴിവെക്കുമെന്നാണ് ഐ ഗ്രൂപ്പ് നേതാക്കൾ നൽകുന്ന സൂചന. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം.